കഴിഞ്ഞ 7 ദിവസമായിട്ട് നാം ശ്രദ്ധിച്ച് കേട്ടതായിട്ടുള്ള വിവരങ്ങൾ അവനവന്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ രോഗമില്ലാത്ത അവസ്ഥയാണ്. ഇതൊരു പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര വേഗം മനസ്സിലായി എന്ന് വരില്ല. കഴിഞ്ഞ 8 ദിവസമായിട്ട് പഞ്ചഭൂത ഉപാസനയെ പറ്റിയാ പറഞ്ഞത്. ആ അഞ്ച് എലിമെന്റ്സ്, ആകാശം മുതൽ പൃഥ്വി വരെയുള്ള വസ്തുക്കൾ അതിന്റെ പരിശുദ്ധതയോടുകൂടി നാം സ്വീകരിക്കാൻ റെഡിയായാൽ രോഗമില്ലാത്ത അവസ്ഥയാണ് നമുക്ക് വരിക. ഇത് അനുഭവമാണ്. അപ്പോൾ ഉടനെ ചോദിക്കും വേറെ ചികിത്സ വേണ്ടേന്ന്. എന്താ ചികിത്സ? വേറെ ചികിത്സ ആവശ്യമില്ല. ഇത് മനസ്സിലാവണം. ഇവിടെ ഇരിക്കുന്ന 300 പേരിൽ എല്ലാവരും പറയും ഇതൊക്കെ എല്ലാവർക്കും വേണ്ടി പറഞ്ഞതല്ലേ, എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, അപ്പൊ എനിക്ക് ചികിത്സ വേറെ വേണം. ഇങ്ങനൊരു ചിന്താഗതി കൊണ്ട് ചികിത്സ അല്ല പ്രധാനം, ദിനചര്യയാണ് പ്രധാനം. ഇന്നൊരു സുഹൃത്ത് പറഞ്ഞു ദിനചര്യ നിങ്ങൾ പറഞ്ഞില്ല എന്ന്. ദിനചര്യയല്ലേ ഞാൻ പറഞ്ഞു ഇതുവരെ പറഞ്ഞെന്താ? ദിനചര്യയല്ലേ പറഞ്ഞു. ഇനി ആദ്യം പറയണോ? കാലത്ത് എനിക്ക് എന്ത് ചെയ്യണം പറയണോ? ഇതിന്റെ പല്ല് തേക്കണം, കക്കൂസി പോകണം, മൂത്രം ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞോ? ആണ് ദിനചര്യ? പറഞ്ഞു. ദിനചര്യ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഞാൻ എന്തൊക്കെയോ പ്രസംഗിച്ചു വർമാജി, അത് തലയെ കേട്ടു, തലയാട്ടി നന്നായി എന്നിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ദിനചര്യയുടെ ഭാഗമാണ് ഈ പറഞ്ഞത് മുഴുവനും. ആഴ്ചവരിക്ക് ഉപവസിക്കണം എന്ന് പറഞ്ഞു. ദിനചര്യയല്ലേ അത്? ദിനചര്യയാണോ? അത് ആഴ്ചവരിക്ക് ചെയ്യേണ്ടല്ലേ എന്ന് ചോദിക്കും ഉടനെ, അല്ലേ? ദിനചര്യ എന്ന് പറഞ്ഞല്ലോ. ഒരു നേരം ആഹാരം, ഒരു നേരത്തെ എങ്കിലും ആഹാരം പഴമാക്കി കഴിഞ്ഞാൽ പല രോഗങ്ങളും തനിയെ മാറുമെന്ന് പറഞ്ഞു. 2 നേരം കഴിച്ചാൽ അതിലും വലിയ രോഗങ്ങൾ മാറും. 3 നേരം പഴങ്ങൾ കഴിച്ചാൽ വലിയ മഹാരോഗങ്ങൾ പോലും മാറുമെന്ന് പറഞ്ഞു. ഇത് വെറുതെ പറഞ്ഞല്ല, ഞങ്ങള് സത്യമായ കാര്യം പറയാണ്. നമ്മൾ ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നതുകൊണ്ട്, രോഗത്തിൽ നിന്ന് ഒരിടത്തും രക്ഷയില്ലാത്തതുകൊണ്ട് ഇതങ്ങോട്ട് പറഞ്ഞാൽ തലയിൽ ഏസില്ല. അതാണ് കാരണം. അപ്പൊ ഇന്നത്തെ കാണുന്ന വൈദ്യന്മാരും ഡോക്ടർമാരും ഹോമിയോക്കാരും ഒക്കെ വെറുതെയാണോ എന്ന് പറയും. അതെനിക്കറിയില്ല. ഞാൻ അവരെ ആരെയും അവഹേളിക്കുന്നില്ല. അനുഭവം പറഞ്ഞു. ഇന്നലെ ആ അനുഭവം പറഞ്ഞ ആ വൈദ്യനെ മനസ്സിലായോ നിങ്ങൾക്ക്? എത്ര ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞു. ആയുർവേദ വൈദ്യം പഠിച്ച് പിന്നെ ഡോക്ടറേറ്റ് ആയിട്ട് പിന്നെ അങ്ങേര് വന്ന് അങ്ങയുടെ ആ മഹാരോഗം വന്നിട്ട് കരകയറാൻ വയ്യാതെ അവശനായിട്ട് മരണം കാത്തുകൊണ്ടിരുന്ന വ്യക്തി എന്താ പറഞ്ഞേ? ഞാൻ ആദ്യം പഠിച്ചത് ആയുർവേദത്തിൽ പഠിച്ച പഥ്യത്തെ പറ്റി മറന്നുപോയി എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? കേട്ടില്ല. പഥ്യം ഇല്ലില്ല, മറന്നുപോയി എല്ലാരും. ഒരു വാക്ക് കേട്ടു, പഥ്യം, അത്രേ ഉള്ളൂ. പഥ്യത്തിന് പ്രാധാന്യം അങ്ങേര് മനസ്സിലാക്കി. ആ പഥ്യമാണ് പണിക്കർ സാർ പറഞ്ഞുകൊണ്ടത്. ഞാൻ പറഞ്ഞില്ല, വേറെ ഒന്നും പറഞ്ഞില്ല. ആ പഥ്യം നോക്കി രോഗം മാറി. അപ്പൊ നിങ്ങൾ ഉടനെ പറയും എന്റെ രോഗം മാറാൻ എന്താണ് ഔഷധ ഏതാ? ഒരു ഇല പറഞ്ഞു തരൂ. എന്റെ രോഗം മാറാൻ ഒരില. 300 പേരിൽ ഇപ്പുണ്ട്. 300 പേർക്ക് 300 ഇല വേണോ? അതാ ചോദിക്കപ്പല്ലരും. ഔഷധം കൊണ്ട് മാത്രമേ രോഗം മാറുന്നുള്ള ഒരു ചിന്താഗതി സമൂഹത്തിൽ മുഴുവൻ കടന്നുകൂടിയിരിക്കുന്നു. അത് പാശ്ചാത്യ സംസ്കാരത്തിന്റെ ആഞ്ഞടി കൊണ്ടാണ്. ഓരോ രോഗത്തിനും ഒരു ഔഷധം വേണം. ഇന്നും പലപ്പോഴും നമ്മൾ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അത് പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? സാധാരണ പറഞ്ഞാണ് ഇതൊരു വലിയ ഒരു സീരിയസ് രോഗമാണ്, ഇതിന് ഞങ്ങൾ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് ഇയാൾ മരിച്ചു. പറഞ്ഞോ? ഞാൻ കേട്ടില്ലേ? സകലരും കേട്ടിട്ടില്ല. അപ്പൊ ഓരോ രോഗത്തിനും ഞങ്ങൾ ഇത് ഒന്നല്ല, അനവധി കേസുണ്ട്. ഓരോരുത്തർക്ക് അനുഭവമാണ്. ഈ രോഗം ഒരു പ്രത്യേക ജാതി രോഗമാണ്, നിങ്ങൾ 2-3 ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ചികിത്സിച്ച് മാറ്റിയേനെ. നേരം വൈകിപ്പോയി. ഇതെന്തോ നീ നേരം വൈകിപ്പോയി പറഞ്ഞാൽ? അപ്പൊ ഇങ്ങനെ പറഞ്ഞ കാരണം നിങ്ങളുടെ വിചാരം ഓരോ രോഗത്തിനും ഓരോ ചികിത്സയുണ്ടോ, ഓരോ മരുന്നുണ്ടോ, ഓരോ വൈദ്യനും വേണം, ഓരോ ഡോക്ടറും വേണം. ഇതാണ് വ്യത്യാസം. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ പറയുന്നതായിട്ടുള്ള ചില സത്യങ്ങളൊക്കെ ഒരു മഹാസത്യങ്ങളാണ്, പ്രപഞ്ച സത്യങ്ങളാണ്. ഇതിന്റെ അകത്ത് ഞങ്ങൾക്ക് കൂട്ടാൻ പറ്റില്ല, മായം കൂട്ടാൻ പറ്റില്ല, ഇതില് വെള്ളം ചേർക്കാനും പറ്റില്ല. അത്ര സത്യങ്ങളാണത് ഈ പറയുന്നത്. ഈ സത്യമാണ് ഞങ്ങൾ തുറന്നു പറയുന്നത്. ഞങ്ങളുടെ അനുഭവത്തിൽ കൂടി ഓരോന്നും മനസ്സിലാക്കിയിട്ടാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ നോക്കൂ, ആ മാറാരോഗത്തിന് ഇത്രയും മഹാരോഗം ഇംഗ്ലണ്ടില് അതിന് TB എന്ന് പറയാതെ TBക്ക് പകരം വേറൊരു TB ഇംഗ്ലണ്ടിൽ ഇല്ല എന്നാണ് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ TB എന്ന് പറയാൻ പാടില്ല, അത് വേറൊരു പേര് പറഞ്ഞു, അത്രേ ഉള്ളൂ. TB എന്നുള്ള വേറെ പേര്, TBയുടെ വേറെ രൂപം.
ഇന്ത്യയിലെ TB എന്ന് പറയാം, പക്ഷെ TB ഉണ്ട് ഇവിടെ, അതുകൊണ്ട് പറയാം. അവിടെ ഇംഗ്ലണ്ടിൽ പറയാൻ പാടില്ല, TB ഇല്ല അവിടെ, ഇറാഡിക്കേറ്റ് ചെയ്യുന്നു. ഇപ്പൊ പറഞ്ഞില്ലേ സ്മാൾ പോക്സ് ഇറാഡിക്കേറ്റ് ചെയ്ത് ഭൂമിയില്ല. ഇപ്പൊ ആൾക്കാർ മരിക്കുന്നത് മുഴുവൻ ചിക്കൻ പോക്സ് കൊണ്ടാണ്. സ്മാൾ പോക്സ് കൊണ്ടല്ല മരിക്കുന്നത്, അത് വേറെ കാര്യം. അത് ഇറാഡിക്കേറ്റ്, അത് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞ മാതിരിയാ. ഇപ്പൊ TB കൊണ്ട് മരില്ല, മരിച്ചേ, അത് വേറെ രോഗം കൊണ്ടാ മരിച്ചേ, അതിന് വേറൊരു പേരും കൊടുക്കുക, അത്രേ ഉള്ളൂ. കോളറ ഭൂമിയിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇപ്പൊ മരിക്കണമൊക്കെ ഗാസ്ട്രോ എൻട്രൈറ്റിസ് കൊണ്ടാണ്. പോരെ, ഇതുമാതിരിയാ. അപ്പൊ ഇങ്ങനെ ഒരുമാതിരി ചില തട്ടിപ്പുകളും ചില പേരിന്റെ മുകളിലെ കളികളും കൊണ്ട് നമ്മളെല്ലാവരും ടോട്ടൽ കൺഫ്യൂഷനാണ്. പിന്നെ ഗുരുനാഥൻ പറഞ്ഞ മാതിരി അലോപ്പതി ഈസ് ടോട്ടൽ കൺഫ്യൂഷൻ, നേച്ചർ ക്യൂർ ഈസ് പ്യുവർ ക്ലാരിറ്റി. വ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്നു, നല്ല പഥ്യമായിട്ട് ആഹാരം കഴിക്കൂ, നിങ്ങൾക്ക് രോഗം ഉണ്ടാവില്ല. എത്ര ഭംഗിയായിട്ട് ഞാൻ പറഞ്ഞു മൃഗങ്ങൾക്ക് രോഗമില്ലാത്തതിന് കാരണം എന്താന്ന് പറഞ്ഞു. ആ മൃഗങ്ങൾക്ക് രോഗമില്ലാത്ത കാരണം എടുത്താണ് ഞാൻ പറഞ്ഞ മനുഷ്യന്റെ ആഹാരം ഫലമൂലാദികളാണെന്ന് പറഞ്ഞു. ആ ഫലങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ രോഗം മാറുന്നത് ഞങ്ങളുടെ അനുഭവം. അപ്പൊ എന്റെ രോഗം മാറുമെന്ന് ഉടനെ ചോദിക്കുക, അടുത്ത ചോദ്യം, എന്റെ രോഗം മാറുമെന്ന്. എനിക്ക് ആര് പ്രത്യേക വ്യക്തിയാണ്, എനിക്ക് പ്രത്യേക രോഗമുണ്ട്, ആ രോഗത്തിന്റെ പേര് ഇതാണ്, അപ്പൊ ഈ പേരിലെ രോഗം നിങ്ങൾ ചികിത്സയിലുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്, എന്റെ രോഗം ചികിത്സയുണ്ടോന്ന്, നിങ്ങൾ ചികിത്സിച്ചിട്ടുണ്ടോ? ഞങ്ങൾ രോഗത്തെ ചികിത്സിക്കാറില്ല. രോഗം എന്തെന്ന് മനസ്സിലാക്കണം, രോഗകാരണം എന്തെന്ന് മനസ്സിലാക്കണം, അതിന്റെ നിവാരണം മനസ്സിലാക്കിയാൽ ഭയം മാറും. 10,000 രോഗങ്ങളും 10,000 മരുന്നുകളും 10,000 ചികിത്സകളും പ്രകൃതി ചികിത്സയിലില്ല. പ്രകൃതി ചികിത്സയുടെ പ്രധാന തത്വം ഇതാണ്, അടിസ്ഥാന തത്വം ഇതാണ്, രോഗം ഒന്നേ ഉള്ളൂ. ആരോഗ്യത്തിന്റെ അവരോഹണം കാരണമാണ് രോഗം വരുന്നത്. ആരോഹണമല്ല, ആരോഗ്യത്തിന്റെ അവരോഹണം. മനസ്സിലായില്ലേ? കീഴ്പോട്ട് വരിക. ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ വരും, ആരോഗ്യം വർദ്ധിക്കുമ്പോൾ രോഗം മാറും. അനുഭവമാണിത്. അപ്പൊ ആരോഗ്യത്തിന്റെ മുകളിലാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കണേ. പക്ഷെ ഇത് പറഞ്ഞാൽ ഇന്നത്തെ മനുഷ്യൻ മനസ്സിലാവില്ല, അതുകൊണ്ട് ഞങ്ങൾ തുറന്നു പറയാറില്ല. ഈ ഓഡിയൻസ് പറയാം, രോഗി വരുമ്പോ പറഞ്ഞ ആൾ പറയും, എനിക്ക് ഫിലോസഫി കേൾക്കേണ്ട സാർ, എന്റെ രോഗം മാറിയാൽ മതി എന്ന് പറയുള്ളൂ, അല്ലേ? എനിക്ക് നിങ്ങളുടെ തത്വജ്ഞാനൊന്നും കേൾക്കണ്ട, എന്റെ രോഗം മാറ്റി തന്നാൽ മതി. എന്തിനാണ് നിങ്ങൾ പറയണേ, പ്രസംഗിക്കണേ? പ്രസംഗമുണ്ടോ? ഇവിടെ മാത്രമേ ഞങ്ങൾ പുസ്തകം മേടിക്കാൻ പറഞ്ഞുള്ളൂ. എന്തിനാത്? പ്രകൃതി ചികിത്സയിൽ ഏതെങ്കിലും വൈദ്യൻ പുസ്തകം മേടിച്ച് വായിക്കാൻ പറയണ്ടോ നിങ്ങളോട്? ഏതെങ്കിലും ഡോക്ടർ പുസ്തകം മേടിച്ച് വായിക്കാൻ പറയണ്ടോ? ഏതെങ്കിലും ഹോമിയോക്കാരൻ പുസ്തകം മേടിച്ച് വായിക്കാൻ പറയണ്ടോ? ഇവിടെ എന്തിനാ പുസ്തകം മേടിച്ച് വായിക്കാൻ പറയണേ? ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ഇതുമാതിരി ക്ലാസ് നല്ല നടത്തുന്നുണ്ട്. ഇതുമാതിരി വല്ലവരും വൈദ്യനോ ആയുർവേദ വൈദ്യനോ ഡോക്ടറോ ഒക്കെ നടത്തണില്ല. എന്താ കാരണം? എന്താ കാരണം? ഇത് നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മളെ എല്ലാം അജ്ഞാനികളെന്ന് പറഞ്ഞ് അജ്ഞാത കോടി തള്ളിയിട്ടിട്ട് നിങ്ങൾ ചികിത്സിക്കാൻ നോക്കുക. നിങ്ങളിത് പഠിക്കേണ്ട, പഠിച്ചാൽ കുഴപ്പമാണ്. അതാണ് സത്യം. അറിഞ്ഞു കഴിഞ്ഞാൽ ഭയം പോകും, രോഗം. അപ്പൊ രോഗഭയം എപ്പോഴും നിലനിൽക്കണം സമൂഹത്തിൽ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ മറച്ചു വെക്കുന്നത്. എത്ര കാലം രോഗഭയം നിൽക്കുന്നോ അത്രയും കാലം വൈദ്യനും ഡോക്ടർക്കും ഒക്കെ സുഖമാണല്ലേ. രോഗഭയം ഇല്ലാതെ വന്നാൽ എല്ലാവരും ഫ്രീ ആയി. രോഗഭയം ഇല്ലാത്തൊരവസ്ഥ വന്നാൽ വൈദ്യൻ എവിടെ, ഡോക്ടർ എവിടെ, ഹോമിയോക്കാരൻ എവിടെ? ഇതാണ് വിഷമം. ഞങ്ങളത് ഒരിക്കലും മനുഷ്യന്റെ ഭയം മാറ്റുകയാണ് ചെയ്യുക. ഭയം മാറ്റുന്നു, രോഗഭയവും മാറ്റുന്നു, മൃത്യുഭയവും മാറ്റുന്നു. ഇതിനപ്പുറം എന്താല്ലേ എവിടെ ഉള്ളത്? ഏതെങ്കിലും ഒരു വൈദ്യനോ ഡോക്ടറോ ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ ആ മൃത്യുഭയം മാറ്റുന്നുണ്ടോ? ഐ ചലഞ്ച് 2 times, ഐ ചലഞ്ച് അഗൈൻ 3 times. ഏതെങ്കിലും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു വൈദ്യൻ ഹൃദ്രോഗം വന്ന അയാളിങ്ങനെ മൃത്യുഭയം കൊണ്ടിരിക്കുന്ന ആളുടെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ അയാൾക്ക് മൃത്യുഭയം മാറി എന്ന് പറയട്ടെ. ഞാൻ റിസൈൻ ചെയ്ത് പോവാൻ ഹിമാലയത്തിൽ സന്യസിക്കാനായിട്ട്, വീട് ഉപേക്ഷിക്കാം. നടക്കണില്ല, അത് നടക്കണില്ല. അപ്പൊ ഇതുകൊണ്ടാണ് സത്യമായ മാർഗം എന്ന് പറയുന്നത്. സത്യമാർഗമാണിത്. ഈ മാർഗത്തിന് വേറെ വഴിയില്ല. ഇത്രയും വലിയ കാര്യം നമ്മള് ആ മൃത്യുഭയവും പോലും ഇല്ലാതാവണു. ഇതിനപ്പുറം ഒരു വിജയം എവിടെയല്ല ലോകത്ത്. അതുകൊണ്ടാ പറയുന്നത് സത്യമായ മാർഗമാണ് ഇത്. അതാണ് എന്റെ ഗുരുനാഥൻ പറഞ്ഞ മാതിരി, ഹെൽത്ത് ഈസ് ദ വേ, there is no other way. ആരോഗ്യം തന്നെയാണ് വഴി, വേറെ വഴിയില്ല. ഈ ആരോഗ്യത്തെ പറ്റി ആരും പറയില്ല. പ്രസംഗിക്കുന്നെങ്കിലും അതിനെപ്പറ്റി മിണ്ടണില്ല ആരും. നിങ്ങൾ എല്ലാവരും വിചാരം എന്താ? രോഗം വന്നപ്പോ ആരോഗ്യം ഒന്ന് പോയി, രോഗം മാറിയപ്പോ ആരോഗ്യം കിട്ടി എന്നല്ലേ പറയണത്? ഇത്രയും തെറ്റായ പ്രസ്താവന ലോകത്തില്ല. ആരോഗ്യം കുറഞ്ഞപ്പോഴാണ് രോഗം വന്നത്. ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ രോഗം മാറി, അത്രേ ഉള്ളൂ. ചിന്താഗതി മാറണം. നിങ്ങളുടെ വിചാരം രോഗം വന്നപ്പോൾ ആരോഗ്യം മുഴുവൻ പോയി അല്ലേ? രോഗം വന്നപ്പോൾ. എന്നിട്ടോ രോഗം അങ്ങ് മാറിയപ്പോൾ ആരോഗ്യം വീണ്ടും കിട്ടി.
ദിവസവും ചെയ്യണം. ഇന്ന് രോഗം ഉണ്ടായിരുന്നു, ഇന്നൊരു ഗുളിക കഴിച്ചു, ആ രോഗം അങ്ങ് മാറി, ആരോഗ്യം വീണ്ടും കിട്ടി. ഇന്ന് അല്ലേ പ്രഷർ ഉണ്ടായിരുന്നു, ഒരു ഗുളിക കഴിച്ചു, അപ്പൊ ആ പ്രഷർ അങ്ങ് മാറി, രോഗം മാറി, സുഖമായി. നാളെ അതുമായി കാലത്തെ രോഗം വരും, ഒരു ഗുളിക തരണം, അപ്പൊ നാളെ അത് മാറണം, മറ്റന്നാൾ മാറണം, ഇന്നലെ മാറണം, എന്നും ഇങ്ങനെ രോഗം മാറുകയും ആരോഗ്യം കിട്ടുകയും വേണം. ഇല്ലേ? എന്തെന്ന അവസ്ഥ, എന്താ അർത്ഥം? അപ്പൊ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല, ഒരു സുഖാനുഭൂതിയാണ് മനുഷ്യന്റെ ശരീരത്തിൽ. രോഗമില്ലാത്ത അവസ്ഥയാണ്, രോഗമേ ഇല്ല. ദിവസവും രോഗം മാറ്റുകയും വേണ്ട. ഇവിടെ അങ്ങനൊന്നുമില്ല. ദിവസവും രോഗം മാറ്റാനായിട്ട് ഗുളിക കഴിക്കുക, മരുന്ന് കഴിക്കുക പറയില്ല. ഇത് ഈ പറഞ്ഞ നിങ്ങൾ വിചാരിക്കും എന്താ ആ കൂളത്തിലെയും ആ തഴുതാമ്പയും ആ തുളസിയിലൊക്കെ കഴിക്കുമ്പോഴാണ് രോഗം മാറുന്നത്. അല്ല, ഞാൻ തുറന്നു പറയാണ്, അതല്ല നിങ്ങളുടെ രോഗം കായാനുള്ള പ്രധാന കാരണം. പഥ്യമാണ്. ജീവിതത്തിലെ പഥ്യം നോക്കി ദിനചര്യ മാറി, ചില നിഷ്ഠകൾ വന്നു, അനുഷ്ഠാനങ്ങൾ വന്നു, ഉപവാസങ്ങളും വ്രതങ്ങളും ജീവിതത്തിൽ വന്നു, നാക്കിനെ നിയന്ത്രിക്കാൻ പഠിച്ചു. ഇതാണ് പ്രധാനം. ആ പഠിക്കുമ്പോൾ നിങ്ങൾ സ്വയം പ്രാപ്തനായി, പര്യാപ്തമായി, നിങ്ങളുടെ ആരോഗ്യം മുഴുവൻ നിങ്ങളുടെ കയ്യിലായി. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ നോക്കിയെടുക്കാന്നുള്ളൊരു ധൈര്യം വന്നു. യു ബിക്കം യുവർ ഓൺ ഡോക്ടർ ഓർ വൈദ്യ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡോക്ടറായി മാറി, നിങ്ങൾ തന്നെ നിങ്ങളുടെ വൈദ്യനായിട്ട് മാറി. ഇതല്ലേ സത്യം? പക്ഷെ ഇത് തലയിൽ കയറില്ല. ഇതെല്ലാം കഴിഞ്ഞും പറയും, ഇപ്പൊ പോകുമ്പോ എന്റെ രോഗം ഒന്ന് പറഞ്ഞു തരാമോ സാറേ എന്ന് ചോദിക്കും. രോഗമൊന്നേ ഉള്ളൂ. ആരോഗ്യത്തിന്റെ കീഴ്പോട്ട് വരവ് കൊണ്ടാണ് രോഗലക്ഷണങ്ങൾ വരുന്നത്. ലക്ഷണങ്ങൾ പലതും ഉണ്ടാവും, 1000 ലക്ഷണങ്ങൾ കാണും. ഈ ലക്ഷണങ്ങളല്ല രോഗം. ലക്ഷണങ്ങളുടെ അടിയിൽ ആഴത്തിൽ കിടക്കുന്നതായിട്ട് രോഗം വേറെ. ചെറിയ ഉദാഹരണം പറയാം. തലവേദന കൊണ്ടിങ്ങനെ പൊളയണ ആള് ഇങ്ങനെ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ തലവേദന മാറണു. തലവേദനയുടെ കാരണം എവിടെയായിരുന്നു? ആമാശയം. എന്നിട്ട് നിങ്ങളായി തലയ്ക്കാൻ പറഞ്ഞുകൊണ്ട് ഡോക്ടർമാരും തലയാണ് പരിശോധിക്കുന്നത്. വിഡ്ഢിത്തങ്ങളുടെ എണ്ണം നോക്കൂ. ഡോക്ടർമാർ തല പരിശോധിക്കുമ്പോൾ സ്കാൻ ചെയ്യും, മറ്റേതോ മറിച്ചോ കൊണ്ടുപോവാ 10,000 രൂപ, തല നോക്കട്ടെ, തലയെ കൊടുക്കുമ്പോൾ തലയിൽ ഒന്നുമില്ലെങ്കിലും പറയും തലയിൽ ഒരു ഉടക്കുണ്ട്, അത് മാറണമെന്ന് പറയും. ഉടക്ക് നമ്മുടെ തലയിലോ ഡോക്ടർ തലയിലോ ഒന്നും അറിയില്ല. എന്തെങ്കിലും ചെയ്യണ്ടേ? ഛർദ്ദിച്ച് ഞങ്ങൾ പോയി, തലവേദന മാറി. അപ്പൊ കാരണം എവിടെയായിരുന്നു? വയറാണ്. അമാഹി സർവരോഗാണാം. ആയുർവേദ തത്വമാണ്. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ആയുർവേദത്തിനെ ഞാൻ തഴയുകയാണെന്ന്. ഒരിക്കലും ഞാൻ ആയുർവേദം തഴയില്ല, ആയുർവേദം തഴയില്ല. പക്ഷെ ഇന്ന് നടക്കുന്ന ആയുർവേദത്തിനെ ഞാൻ തടയും. എന്നുവെച്ചാൽ അത് വെറും ഒരുപാട് തട്ടിപ്പുകളുണ്ട് എൻ്റെ അകത്ത്. വിലിട്ടാൽ ആയുർവേദ വൈദ്യന്മാരെ ശരിക്ക് നല്ല മരുന്നാണ്, പച്ചമരുന്നാണ് കൊടുത്തിരുന്നു അന്ന് കാലത്ത്. ഒരു മിനിറ്റ്, നിങ്ങളാണ് പറഞ്ഞത്. യു പ്ലീസ് ഡോണ്ട് ടോക്ക്. നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഇനി ആയുർവേദം ഞാൻ തടയുമെന്ന്. ആയുർവേദ പാരമ്പര്യമുള്ള കുടുംബത്തിനാണ് ഞാൻ വന്നത്. എന്റെ അമ്മാമാരും എന്റെ കുടുംബത്തിലെ പാരമ്പര്യമായിട്ട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഒരു വൈദ്യനുണ്ടായിരുന്നു, നിന്നുപോയി. വൈദ്യന്മാരെ ഒരിക്കലും ഞാൻ തടഞ്ഞിട്ടില്ല. ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുസ്സിനുള്ള വേദമാണിത്, അറിവാണ്. ഞങ്ങളിത് പറഞ്ഞ ആയുർവേദം തന്നെയാണ് ആയുസ്സിനുള്ള വേദം. ആയുസ് ഒരു നിമിഷം പോലും കുറയാതിരിക്കാനുള്ള വേദമാണ് പറയുന്നത് നമ്മൾ. വേദം എന്ന് പറഞ്ഞാൽ അറിവെന്നർത്ഥം. അല്ലെ, ഇത് രോഗചികിത്സയല്ല. ആയുർവേദത്തില് രോഗചികിത്സയല്ല. ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുസ് നിലനിൽക്കാനുള്ള വേദം, അറിവ്. അറിവ് എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വിഷമമില്ലല്ലോ. അപ്പോ രോഗകാരണം, രോഗത്തിന് എന്താണ് കാരണം അത് മനസ്സിലാക്കണം. രോഗം എന്തെന്ന് മനസ്സിലാക്കണം. രോഗം എന്ന് പറഞ്ഞാൽ രോഗലക്ഷണമല്ല. ശരീരത്തിൽ ആഴത്തിൽ കിടക്കുന്നതായിട്ട് ചില വസ്തുക്കള്, നമ്മളെ തെറ്റായ ജീവിതം കൊണ്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടിയതായിട്ട് ചില മാലിന്യങ്ങളുണ്ട്. ഇതും വാഗ്ഭടാചാര്യം പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിൽ അടഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ പുറത്തു പോകുന്നതാണ് രോഗലക്ഷണം എന്ന്. ഞങ്ങൾ വാഗ്ഭടാചാര്യനെ ഞങ്ങൾ തൊഴുന്നു, ആരാധിക്കുന്നു, ചലകനെ തൊഴുന്നു, സുശ്രുതനെ തൊഴുന്നു, ധന്വന്തരെ തൊഴുന്നു. Don't tell that we don't accept these people. പക്ഷെ അവര് പറയുന്ന സത്യം നമ്മൾ ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക ചെയ്യണം.